പ്രിയപ്പെട്ടവരെ, 2021 ജനുവരി 1 തീയതി ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷകളോടെ, സന്തോഷത്തോടെ, ഏറെ സ്വപ്നങ്ങളോടെ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം COVID-19 എന്ന മഹാമാരിയുടെ വേദനകളും അരക്ഷിതാവസ്ഥകളും ഒക്കെ പേറി ഒത്തിരി ഭയത്തിൻ്റെ വഴിയിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ ഈ വർഷം നമ്മൾ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമായിട്ട് വേണം നമ്മൾ പ്രവേശിക്കാൻ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഓരോ ദിനവും പുതിയ സ്നേഹം നൽകുന്ന കർത്താവിനെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, അനുദിനം പുതിയ സ്നേഹം നൽകുന്ന കർത്താവ് ഈ 2021 എന്ന പുതിയ വർഷത്തിൽ പുതിയ സ്നേഹം നമ്മിലേക്ക് പകരുമെന്ന്, പുതിയ അഭിഷേകം നമ്മിലേക്ക് നൽകുമെന്ന്, പുതിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമെന്ന് വലിയ വിശ്വാസത്തോടെ ഈ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യെശയ്യായുടെ പുസ്തകം 43 അധ്യായത്തിൻ്റെ 18 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. കർത്താവ് വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ്, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം കർത്താവ് എന്നോട് നിങ്ങളോട് പറയുന്നത് ഇതാണ്, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കുക. ഇതാ ഞാനൊരു പുതിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു, ഒരു പുതിയ കാര്യം. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പ്രതീക്ഷയോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണം. ഈ വർഷത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ജാഗരണ പ്രാർത്ഥനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ പ്രകാരം പറയണം, പ്രാർത്ഥിക്കണം, കർത്താവേ, പുതിയ സ്വപ്നങ്ങളും പുതിയ ദർശനങ്ങളും പുതിയ അഭിഷേകവും ഇനി എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും ഞാൻ ആയിരിക്കുന്ന ഈ ലോകത്തിനും സഭയ്ക്കും മുഴുവൻ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള വചനത്തിൽ യെശയ്യായിലൂടെ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്, ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം ഇതാണ്, ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. നമുക്കറിയാം, അസാധ്യമായ ഒരു കാര്യമാണ്. മാനുഷികമായി, ഭൗതികമായി അസാധ്യമായ ഒരു കാര്യം ദൈവം ഇവിടെ ചെയ്യുമെന്ന് തൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. വിജന പ്രദേശത്ത്, ആരും താമസിക്കാത്തിടത്ത്, വന്യമൃഗങ്ങൾ മാത്രമുള്ളിടത്ത്, ആരും സഹായിക്കാനില്ലാത്തിടത്ത് ഞാനൊരു പാത, ഒരു പുതിയ വഴി ഞാൻ ഉണ്ടാക്കും. ഒപ്പം പറയുകയാണ്, മരുഭൂമിയിൽ വെള്ളമില്ലാത്തടത്ത്, വെള്ളം കണ്ടെത്താൻ വയ്യാത്തടത്ത് ദൈവം പറയുകയാണ്, ഞാൻ നദികളുണ്ടാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. അവന് മരുഭൂമിയിൽ നദികൾ ഉണ്ടാക്കാൻ കഴിയും, വിജനദേശത്ത് പുതിയ വഴികൾ ഉണ്ടാക്കാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ ആയിരിക്കുന്ന മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ദൈവം നമ്മളോട് ഈ രാത്രിയിൽ പറയുക, എൻ്റെ പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നീ ആയിരിക്കുന്ന മരുഭൂമി അനുഭവത്തിൽ നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ, ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ഒരു പുതിയ നദി ഞാൻ ഒഴുക്കുമെന്ന് കർത്താവ് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നീ ഏറെ ഒറ്റപ്പെടലിൻ്റെ വഴിയിലൂടെ ആയിരിക്കും കടന്നു പോവുക. ഈ പുതിയ വർഷത്തിൽ നീ പ്രവേശിക്കുമ്പോഴും നിന്റെ മുമ്പിൽ പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ലായിരിക്കാം, അടഞ്ഞ വാതിലുകളായിരിക്കാം നിനക്കുണ്ടാവുക. എന്നാൽ ദൈവം ഈ രാത്രിയിൽ, ഈ ജാഗരണ പ്രാർത്ഥനയുടെ രാത്രിയിൽ ഈശോ നിന്നോട് പറയുന്നു, ഞാൻ നിന്റെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന വിജനതയിൽ, ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു പുതിയ വഴി തുറക്കാൻ ഞാൻ ഈ വർഷം തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് ദൈവത്തെ ആരാധിക്കാനായിട്ടൊന്ന് ഒരുങ്ങാം. മരുഭൂമിയിൽ നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന കർത്താവ് ഈ സമയം തന്റെ അരൂപിയാൽ നമ്മൾ നിറയ്ക്കും. സാധിക്കുന്നവരൊക്കെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈ ജാഗരണ പ്രാർത്ഥനയുടെ ആദ്യ സമയത്ത് തന്നെ ദൈവം വലിയൊരു വാഗ്ദാനം നമുക്ക് തരുകയാണ്. മരുഭൂമിയിൽ ഞാൻ നിനക്ക് വേണ്ടി നദികൾ ഒഴുക്കും,
വിജനതയിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കും. നിന്റെ മരുഭൂമി അനുഭവങ്ങളിൽ, നിന്റെ വിജനതയുടെ അനുഭവങ്ങളിൽ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ, വേദനയുടെ അനുഭവങ്ങളിൽ, രോഗത്തിൻ്റെ അനുഭവങ്ങളിൽ, തകർച്ചയുടെ അനുഭവങ്ങളിൽ, പ്രതിസന്ധിയുടെ അനുഭവങ്ങളിൽ ഈശോ രാത്രിയിൽ പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കണ്ണുനീര് ഞാൻ തുടയ്ക്കുമെന്ന് കർത്താവ് പറയുകയാണ്. സാധിക്കുന്നവരെല്ലാം ഇരുകരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, കർത്താവെ, ഈ ജാഗരണ പ്രാർത്ഥനയുടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ അരൂപിയായ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളിൽ നിന്നും, വേദനയിൽ നിന്നും, എല്ലാ കണ്ണുനീരിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് ഞങ്ങളെ ഉയർത്തെണീൽപ്പിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളെ ഉയർത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈശോ, വിശ്വാസത്തോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രതീക്ഷയറ്റ ജീവിത മേഖലകളിൽ പുതിയ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളും ഞങ്ങൾക്ക് നൽകണമേ. ഓ കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പുതിയ ചൈതന്യം ഈ വർഷാരംഭത്തിൽ ഞങ്ങളിലേക്ക് പകരണമേ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള കൃപ അങ്ങയുടെ ആത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ തകർച്ചകളിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാൻ അങ്ങയുടെ അരൂപിയുടെ ശക്തി ഞങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിന്റെ പുതിയ ചൈതന്യം നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലയിൽ നിറയുന്നത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഒരു സമൂഹമായി, ഒരു കുടുംബമായി ഈശോയെ നമുക്ക് ആരാധിക്കാം. കരങ്ങളടിച്ച് ചേർന്ന് ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എല്ലാവരും ചേർന്ന് പാടുന്നു. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. വിശ്വാസത്തോടെ പാടാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പ്രിയപ്പെട്ടവരെ, ആദിമസഭയില് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോ അവിടെ ആനന്ദമുണ്ടായി, സന്തോഷമുണ്ടായി, പുതിയ സ്വപ്നങ്ങളുണ്ടായി, പുതിയ പ്രതീക്ഷകളുണ്ടായി. നമുക്കറിയാം, ഈശോ മരിച്ചു കഴിഞ്ഞപ്പോ, അവന് ശരീരം അടക്കി കഴിഞ്ഞപ്പോ എല്ലാ ശിഷ്യന്മാരുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. അവർ ഭയചകിതരായി. അവരൊരു മുറിയിൽ ഒരുമിച്ച് കൂടി. ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നപ്പോ അവരുടെ ഭയമെല്ലാം മാറിപ്പോയി. അവർ ധൈര്യമുള്ളവരായി, ലോകത്തിന്റെ അതിരുകൾ വരെ സുവിശേഷമായി കടന്നു പോകുന്നവരായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസത്തിൽ ഈ സമയം കാണാം, പരിശുദ്ധാത്മാവ് ഈ വർഷത്തിന്റെ ആരംഭ ദിവസത്തിൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഈ വർഷം മുഴുവൻ പ്രതീക്ഷയോടെ കടന്നു പോകാൻ, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള പുതിയ ശക്തി നമ്മളിലേക്ക് കടന്നു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചേർന്ന് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഒരുമിച്ച് ഈരടികളോട് ചേർന്ന് പാടാം. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ചേർന്ന് പാടാം. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എല്ലാവരും ചേർന്ന് പാടുന്നു. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ചേർന്ന് പാടാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ചേർന്ന് എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ദാഹത്തോടെ ലോകം മുഴുവൻ ഒരിക്കൽ കൂടി ചേർന്ന് പാടും. എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ,
ലോകം മുഴുവൻ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആമേൻ ആമേൻ. ഈശോയെ എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പ്രിയരെ, ജോർദാൻ നദിയില് സ്നാപനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ദൈവത്തിന്റെ യേശുവിന്റെ ആ ചിത്രം നമുക്ക് ഈ സമയം ഭാവനയിൽ കാണാം. സ്നാപകനിലെ മാമോദിസ സ്വീകരിച്ച സമയത്ത് യേശുവിൽ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പറന്നിറങ്ങിയതുപോലെ ഈ സമയം നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് വിശ്വാസത്തിൽ കാണാം. ഈ സമയം നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ഒരു വർഷം മുഴുവൻ അങ്ങയുടെ അരൂപിയോട് ചേർന്ന് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ അങ്ങയുടെ ചൈതന്യം ഞങ്ങളിലേക്ക് പകരണമേ. യേശുവേ, അങ്ങയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്കും പകരണമേ എന്ന പ്രാർത്ഥനയോടെ ചേർന്ന് ഈശോയെ ആരാധിച്ചുകൊണ്ട് ആത്മാഭിഷേകത്തിന് വേണ്ടി വീണ്ടും അവിടുത്തെ ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം. ജോർദാൻ നദിയിൽ ഇറങ്ങി വന്നതുപോ അഭിഷേകത്തിൻ നിറവായി നീ വരണേ. ജോർദാൻ നദിയിൽ ഇറങ്ങി വന്നതുപോലെ അഭിഷേകത്തിൻ നിറവായി നീ വരണേ. യേശുവേ, സാത്താൻ ശക്തിയെ തകർത്തിടാൻ, ബന്ധനമെല്ലാം അഴിച്ചിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം. അതേ, സാത്താൻ ശക്തിയെ തകർത്തിടാൻ, സാത്താൻ ശക്തിയെ തകർത്തിടാൻ, ബന്ധനമെല്ലാം അഴിച്ചിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം. കരങ്ങൾ ഉയർത്തി ചേർന്ന് ആരാധിക്കാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ചേർന്ന് പ്രതീക്ഷയോടെ എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആമേൻ 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 ആമേൻ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, ജീവിത സാഹചര്യങ്ങളിൽ ആത്മാവ് നിറയട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിറയട്ടെ. അത്യുന്നത ശക്തി, പരിശുദ്ധാത്മാശക്തി എന്നിൽ നിറയട്ടെ. ചേർന്ന് ആരാധിക്കട്ടെ. ആത്മാവിൻ ശക്തി, ആമേൻ ആമേൻ. അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആമേൻ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആമേൻ. ചേർന്ന് പാടാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ദാഹത്തോടെ ദാഹത്തോടെ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എല്ലാവരും ദാഹത്തോടെ വീണ്ടും പാടിക്ക്. എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആമേൻ ആമേൻ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് പാടുന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവേ, എന്നിൽ എല്ലാവരും ചേർന്ന് പാടുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ എന്നിൽ നിറയണമേ. ചേർന്ന് പാടുന്നു. പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ എന്നിൽ നിറയണമേ. വീണ്ടും പാടുന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവേ നിറയണമേ. ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഇറങ്ങണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ പരിശുദ്ധാത്മാവേ ഇറങ്ങണമേ. ഞങ്ങളുടെ തകർച്ചകളിൽ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കണ്ണുനീരിൽ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ രോഗങ്ങളിൽ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ചേർന്ന് ചേർന്ന് പാടാം, ചേർന്ന് ആരാധിക്കാം. ആമേൻ. അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, ഓ അഗ്നി അയക്കണമേ. നൽകണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, നൽകണമേ. സൗഖ്യം നൽകണമേ. ചേർന്ന് പാടാം. സൗഖ്യം നൽകണമേ. എല്ലാ രോഗങ്ങളും മാറിപ്പോകുന്ന യേശുവിന്റെ ആത്മാവിന് ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ആമേൻ. സൗഖ്യം നൽകണമേ. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവേ, വീണ്ടും പാടുന്നു. സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ, കണ്ണീർ മായ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, കണ്ണീർ മായ്ക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വതന്ത്രമായി ഈശോ എല്ലാവരും സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. കണ്ണീർ മായ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓ വിടുതൽ വിടുതൽ. ഓ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ. വിടുതൽ നൽകണമേ. ഓ ആത്മാവേ, സകല തിന്മകളിൽ നിന്നും അന്ധകാര കെട്ടുകളിൽ നിന്നും വിടുതൽ നൽകണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ചേർന്ന് ആരാധിക്കുന്നു, ചേർന്ന് ആരാധിക്കുന്നു, ചേർന്ന് ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവേ, ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവേ, കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി, സ്വർഗത്തിന്റെ അഭിഷേക ശക്തി ഇതാ നമ്മുടെ കുടുംബങ്ങളിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിറയുന്നു. എല്ലാ രോഗികളിൽ നിറയുന്നു. തകർന്ന ഹൃദയങ്ങളിൽ നിറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ.
എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വതന്ത്രമായി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾ നിറയണമേ. പുതിയ ചൈതന്യത്താൽ, പുതിയ പ്രതീക്ഷകളാൽ, പുതിയ സ്വപ്നങ്ങളാൽ, പുതിയ ദർശനങ്ങളാൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭാഷാവരമുള്ളവര് ഭാഷാവരത്തിൽ ഈശോയെ ആരാധിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുതിയ ശക്തി നിറയുന്നു, പുതിയ ചൈതന്യം നിറയുന്നു, പുതിയ അഭിഷേകം അനേകം നിറയുന്നു, പുതിയ പ്രതീക്ഷകൾ അനേകം നിറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് നമ്മിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഞാനൊരു സഹായകനയക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സഹായകനയക്കും. നിങ്ങളുടെ തകർച്ചകളിൽ, കണ്ണുനീരിൽ, നിങ്ങളുടെ പതർച്ചകളിൽ, ഒറ്റപ്പെടലിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ ഞാൻ അയക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു. ഹൃദയത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈ സമയം നമുക്ക് അനുഭവിച്ചറിയാം. നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവ് നിറയുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ആത്മാവ് നിറയുന്നു. ഈ പുതിയ വർഷത്തിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് യാത്ര ചെയ്യാനുള്ള ആ വലിയ ശക്തി ഈ സമയം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ വന്നിറങ്ങി ദാഹത്തോടെ ആത്മാവേ എന്നെ ഏറ്റെടുക്കണമേ, എന്നെ ഏറ്റെടുക്കണമേ. ഈ ജാഗരണ പ്രാർത്ഥനയിൽ ഞാൻ പങ്കുചേരുന്ന ഈ സമയം ആത്മാവേ എനിക്ക് ആവശ്യമായ, എൻ്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സൗഖ്യവും, വിടുതലും, അഭിഷേകവും, അനുഗ്രഹവും ഞങ്ങളിലേക്ക് ഈ സമയം പകരണമേ എന്ന പ്രാർത്ഥനയോടെ ഇരടികളിൽ ചേർന്ന് ആത്മാവിന് വേണ്ടി ദാഹിച്ച് ഒരിക്കൽ കൂടി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ചേർന്ന് പാടുന്നു. ആത്മാവാം ദൈവമേ വരണേ, ഈശോ ഈശോ ഈശോ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, ആമേൻ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് എല്ലാ ഹൃദയത്തിൽ പാടുന്നു. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു. ആത്മാവാം ദൈവമേ വരണേ, ഈശോ ഈശോ ഈശോ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് കവിയുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യായുടെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ ഈശോപ്രകാരം ദൈവം നമ്മളോട് പറയുകയാണ്, നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ജസ്രൂനെ, നീ ഭയപ്പെടേണ്ട.
നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. അതെ, യെശയ്യാ പ്രവാചകനിലൂടെ വീണ്ടും വീണ്ടും കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. നിന്റെ വരണ്ട ജീവിത അവസ്ഥയിൽ, ഉണങ്ങി വരണ്ട നിന്റെ മരുഭൂമി അനുഭവത്തിൽ വീണ്ടും ഞാൻ ജലമൊഴുക്കി നിന്റെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പോവുകയാണ്. ഏറെ ഫലമുളവാക്കുന്ന ഒരു ജീവിതമായി നിന്റെ ജീവിതത്തെ ഞാൻ മാറ്റം വരുത്താൻ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എല്ലാ പ്രതീക്ഷകളിലും നമ്മുടെ ദൈവത്തിലേക്ക് നമുക്ക് ഉയർത്താം. എല്ലാ സ്വപ്നങ്ങളും നമ്മൾ അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കാം. മരുഭൂമിയിൽ നിന്ന് ജലം നൽകാൻ കഴിയുന്ന ദൈവത്തിന് ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. തകർച്ചയിൽ നിന്നെ ഉയർത്താൻ കഴിയും. രോഗത്തിൽ നിനക്ക് സൗഖ്യം നൽകാൻ കഴിയും. നിന്റെ കണ്ണുനീര് അവിടുന്ന് തുടച്ചു നീക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി തമ്പുരാൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ചുകൊണ്ട് നമ്മുടെ എളിയ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ എല്ലാം കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയെ സ്വതന്ത്രമായി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരണ്ട നിലത്ത് മരുഭൂമിയിൽ ജലം നൽകാൻ കഴിയുന്ന കർത്താവേ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈ രാത്രിയിൽ നീ കടന്നു വരണമേ. ഈ രാത്രിയിൽ നീ കടന്നു വരണമേ. സൗഖ്യമായി, വിടുതലായി, അനുഗ്രഹമായി, അഭിഷേകമായി ഈശോയെ കടന്നു വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കണ്ണുകൾ തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 2021 ഈ ആദ്യ ദിനം പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകത്തോടു കൂടി ഈ ജാഗരണ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എല്ലാവരുടെ ഹൃദയത്തിലേറെ വിശ്വാസം ഉണ്ടാകട്ടെ. ഈ രാത്രി എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ് എന്ന അവിശ്വാസം നിറയട്ടെ. തീർച്ചയായും ഈ വർഷം ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മൾ ഒത്തിരി തകർച്ചയിലൂടെയൊക്കെ കടന്നുപോയി. ലോകം മുഴുവൻ വലിയ ഞെരുക്കത്തിലൂടെ കടന്നുപോയി. എന്നാൽ ഈ വർഷം തകർച്ചയുടെ ഇടയിലും വരണ്ട ഭൂമിയിലും ദൈവം നമുക്ക് വേണ്ടി ജലമൊഴുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതീക്ഷയോടെ ഈ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ജാഗരണ പ്രാർത്ഥനയിൽ ഈ പ്രതീക്ഷയോടെ കൂടെ തന്നെ നമുക്ക് പങ്കുചേരാം. തുടർന്നുള്ള സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥനയിലേക്ക് വീണ്ടും ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഒരിക്കൽ ഇപ്രകാരം വെളിപ്പെടുത്തി, നിന്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളും വേദനകളും നീ എനിക്ക് തരിക, നീ സ്വതന്ത്രനാവുക. പരിശുദ്ധ അമ്മ പറഞ്ഞതാണ്, നിന്റെ ജീവിതത്തിലെ തകർച്ചകളും കണ്ണുനീരുകളും നീ എനിക്ക് തരിക, നീ സ്വതന്ത്രനാവുക. തുടർന്നുള്ള സമയം നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കാം. ഒത്തിരി ഭാരത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നത് ഈ TV സ്ക്രീനിൻ്റെ മുമ്പിൽ. എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, പരിശുദ്ധ അമ്മ നിന്നോട് പറയുകയാണ്, നിന്റെ കണ്ണീരും നിന്റെ രോഗവും നിന്റെ തകർച്ചയും നിന്റെ ആവശ്യവും നിന്റെ എല്ലാ ബലഹീനതകളും നിന്റെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് അമ്മ ചോദിക്കുകയാണ്. നീ കൊടുക്കുക. ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് പാടിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മുടെ ഇടയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ജപമാലകൾ കരങ്ങൾ എടുത്തു പിടിച്ചുകൊണ്ട് പരിശുദ്ധ ജപമാല ചൊല്ലാനായിട്ട് നമുക്കൊരുക്കത്തോടെ ഈ സമയമായിരിക്കാം.